അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ വിവാഹം കഴിഞ്ഞാലും നമ്മൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വിവാഹം കഴിക്കാൻ പോരുത്. അത് അവിടെയാണ് തെറ്റ്. അല്ലാതെ ഈ പറയുന്ന പോലെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അദ്ദേഹം ഈ പറയുന്ന ആരെയും കടന്നു പിടിക്കാനോ മറ്റ് വൃത്തികേടുകളൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു പ്രേമിയാണ്. പുള്ളിയെയും പ്രേമിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. അപ്പം അപ്പൊ ഇതുപോലുള്ള കഥ, ആ കഥയിലുള്ള വ്യക്തി പല പ്രേമങ്ങൾ വിവാഹശേഷവും. അപ്പോൾ ആ വിവാഹം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മീയ കേന്ദ്രത്തിലുള്ള അദ്ദേഹത്തിന്റെ ആത്മീയ ആചാര്യൻ പറഞ്ഞു, ഞാനൊരു മൂക സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിന്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഈ വിവാഹത്തിനൊരു മൂകസാക്ഷിയാണ്. അപ്പോൾ ആ മൂകസാക്ഷിയായിട്ടിരുന്ന ആ വിവാഹത്തിൽ വീണ്ടും പ്രേമ നാടകങ്ങൾ ഇങ്ങനെ തുടരുന്നു. ചില സമയത്ത് ഹൈദരാബാദിൽ പോകുന്നു, അല്ലെങ്കിൽ ചില സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോയി മറ്റുള്ളവരുടെ കൂടെ താമസിക്കുന്നു, അങ്ങനെ തിരിച്ചു വരുന്നു. അപ്പോൾ പ്രേമങ്ങൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ പിന്നീട് അങ്ങനെ പല കാരണത്തിൽ ഇപ്പോൾ ഈ അതിനകത്തും ഇതുപോലുള്ള ആ കഥയിൽ ഒരു പയ്യൻ, ആ പയ്യൻ വന്നപ്പോൾ ആ പയ്യൻ ഇതേപോലെ NFB പോലുള്ള ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ പയ്യനെയും ചേർത്ത് ഒരു കഥ ഇദ്ദേഹം ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പയ്യനെ കൊണ്ട് ഭാര്യയെ വിളിപ്പിച്ച് ഭാര്യ ഇവിടെ ഒരു പിണക്കത്തിനുള്ള കാരണം ഉണ്ടായി. എന്തുകൊണ്ടാണ്? ആ പിണക്കം രാത്രി അർദ്ധരാത്രി ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരന്തരം ഏതോ സ്ത്രീയെ വിളിച്ച് ഫോൺ ചെയ്യുന്നു. ഏതോ ഒരു ഭർത്താവ് ഗൾഫിലുള്ള സ്ത്രീയെ ഒരു സ്ഥലത്ത് വീട് വാങ്ങിച്ച് താമസിപ്പിക്കുന്നു. അവിടെ രാത്രി കാലങ്ങളിൽ നാട്ടുകാരോട് സഹോദരൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി താമസിക്കുന്നു. നൈറ്റ് ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് താമസിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിരന്തരം പോയപ്പോൾ ഈ രാത്രി ഭാര്യ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ പിന്നെ ഭാര്യയെ പറഞ്ഞ് ശരിയാക്കണമെന്ന് പറഞ്ഞു ആത്മീയത സംസാരിക്കുന്ന ഒരു പയ്യന് ഫോണും കൊടുത്ത് ഫോൺ വിളിപ്പിച്ച് സംസാരിപ്പിക്കുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. അവരുടെ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് തമ്മിൽ യോജിച്ച് പോകാൻ പറ്റാതെ ഇറങ്ങിപ്പോകുമ്പോൾ ആ ഗുരു പറയുന്നു പോയി കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ വരുന്നില്ല. അതിനുശേഷം വീണ്ടും നിരന്തരം പല ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുന്നു, പല ആൾക്കാർ പോകുന്നു. അപ്പോൾ ഇതൊന്നും സ്വീകാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം അവരുടെ കുട്ടികൾ വിളിച്ചു നോക്കുന്നു, അപ്പോഴും വരുന്നില്ല. കുട്ടികളെ പിന്നെ ഒരു കാലത്തും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കഥാപാത്രം ഒരു കാലത്തും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു 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 രീതിയിൽ സംസാരിക്കാൻ പോലും താല്പര്യപ്പെടാത്ത വ്യക്തിത്വങ്ങൾ. അതിനുശേഷം ഈ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഡൈവോഴ്സിന് കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോഴും അവരുടെ ആത്മീയ ആചാര്യൻ പറഞ്ഞു അങ്ങനെയെങ്കിലും അവർ വരുന്നെങ്കിൽ വരട്ടെ. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിയോട് കേസിന് പോണ്ട എന്ന് പറയുന്നു അവരുടെ ആത്മീയ ആചാര്യൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ. അങ്ങനെ തിരിച്ചു വരാൻ പല ആവർത്തി അവസരം കൊടുത്തപ്പോഴും അദ്ദേഹത്തിന് വീണ്ടും വിവാഹം കഴിക്കേണ്ട സമയമായപ്പോൾ ഒന്ന് ഡൈവോഴ്സ് ചെയ്തിട്ട് പോകുന്നു.